ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെയിൻബോ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനൊരു ഹോം ബേക്കറൊന്നും അല്ല. പക്ഷേ ഞാൻ പല തവണയായിട്ട് കേക്ക് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പല മെത്തേഡിലും നമുക്ക് കേക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. 3 മുട്ടയിലേക്ക് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ചിലരാണെങ്കിൽ എഗ്ഗ് യോക്കും എഗ്ഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഞാൻ കേക്ക് ജെല്ലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും കേക്ക്, അതുപോലെ കുറച്ചുകൂടി ഹൈറ്റിലും കിട്ടും കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് 1 കപ്പ് മൈദയും 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ഒരു 3-4 സ്റ്റെപ്പായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു സോഫ്റ്റ്നെസ് അവിടെ കൂടിയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം ബേക്കിംഗ് പൗഡർ അവിടെയായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒട്ടും സോഫ്റ്റായിട്ട് കിട്ടില്ല, നല്ല ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്താലും കേക്ക് കൊളാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് വഴിയാണ് നമ്മളിത് കേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ചായിട്ട് ഒരു 3-4-5 സ്റ്റെപ്പായിട്ട് ഇത് കുറച്ചായിട്ട് ഇട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായി പോവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുത്ത പാലോ ഒരു കാരണവശാലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് വമ്പൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. കട്ടിയായിട്ട് നമുക്ക് ആരെങ്കിലും എറിയാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള കേക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ചെയ്യുന്ന കേക്കെല്ലാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ അളവിലേക്ക് കേക്ക് ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ആദ്യം കേക്ക് ബേക്ക് ചെയ്തപ്പോൾ ഞാൻ 15 മിനിറ്റ് എടുത്തു. പിന്നെയുള്ള കേക്കുകളൊക്കെ ഞാൻ 10 മിനിറ്റ്, പിന്നീട് വരുന്നത് 5 മിനിറ്റ്, അങ്ങനെ വെച്ചിട്ട് ഞാൻ എല്ലാം കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ പുട്ടക്കല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഡബിൾ ബോയ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് തലേദിവസം ബീറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രളയം ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് കേക്ക് എങ്ങനെ ഐസിങ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ലാസ്റ്റ് വന്ന 2 കേക്കിന് മാത്രം കുറച്ച് ബാറ്റർ കുറവായതുകൊണ്ട് ചെറിയ രീതിയിലാണ് കേട്ടോ എനിക്ക് ആ കേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, പ്രളയം പൊടിച്ചതിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രഷുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ക്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് കാരമൽ സോസും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പും അങ്ങനെ ഓരോരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഒരുപാട് ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലേവർ കേക്കിനനുസരിച്ചിട്ട് ഓരോ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കേക്ക് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ക്രീം വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രം കോട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ പിന്നെ ഫുൾ അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കുന്നത് നമ്മൾ മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഒന്ന് ഡബിൾ ബോയ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമൊക്കെ എന്ത് ഡിസൈൻ ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് കളർഫുൾ പൂക്കളം പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്, ഒന്നും പറയാനില്ല. കറക്റ്റ് മധുരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.